ഒന്നുമില്ല. സാറിന് കൊണ്ടുപോകാൻ ചോറ് പൊതിഞ്ഞ് എടുക്കട്ടെ? ഓ, ചോറ് പൊതിയൊന്നും വേണ്ടെന്നേ, ഞാൻ ഇവിടെ വന്നിട്ട് കഴിക്കാറ്. കറിക്ക് എരിവ് കൂടുന്നത് വല്ല കുഴപ്പമുണ്ട് സാറേ? എരിവ് കൂടുതൽ കുഴപ്പമൊന്നുമില്ല. എന്താണ്? അല്ല, ചോദിച്ചതേ ഉള്ളൂ. പിന്നെ വല്ലാതെ എരിവ് വേണ്ട, വല്ലാതെ കുറയ്ക്കുകയും വേണ്ട, സാധാരണത്തെ പോലെ. ശ്യാമേ, ആ പ്ലെയർ കണ്ടോ? ശ്യാമേ. ആ സാർ. അയ്യോ അയ്യോ സാറേ, അയ്യോ എന്ത് പറ്റി സാറേ? അയ്യോ എന്ത് പറ്റി? അയ്യോ സാറേ, അയ്യോ എന്ത് പറ്റി സാറേ? അയ്യോ എന്ത് പറ്റി സാറിന്? അയ്യോ എന്ത് പറ്റി സാറേ? എന്റെ കർത്താവേ, ഇതിനാണ് ഇവൻ ഇവിടെ ഹോം നേഴ്സിനെ ഇറക്കിയത്. എടാ, നീ ഇത്രയും വൃത്തിയിട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊന്നും ഇവിടെ നടക്കൂല. സംസാരിക്കാൻ പറ്റുന്നില്ലേ സാറേ? സാർ അമ്മയുടെ കുളിക്കാൻ പോയി. തങ്കം, നീ കുളിക്കാൻ തുടങ്ങിയാ? ഇല്ല. ഇറങ്ങി വന്നേ. എന്തേ? ഇങ്ങോട്ട് വാടി. എന്താ? ആങ്ങളെയൊക്കെ ശരിയല്ല. എന്ത് തോന്നിയ ദിവസം ഇവിടെ കാണിക്കാമെന്ന് വിചാരിക്കണം. നമ്മളെടുത്ത് പറഞ്ഞുതരാം. അവൻ എന്താ കാണിച്ചേ? എന്ത് വൃത്തിയിട്ടാണ് അവൻ? കുടുംബത്തിനകത്ത് കാണിക്കാൻ കൊള്ളാമെന്നാണ് അവൻ കാണിക്കണേ. അവനെ എന്ത് കാണിച്ചെന്ന് ഞാനിപ്പോ വരുന്ന വഴിക്ക് കണ്ടു. എന്തും ഒരു ഹോം നേഴ്സ് എന്ന് പറഞ്ഞ വൃത്തിയുണ്ടല്ലോ, അവരും അവളും കൂടെ. ഓ ക്ലീറ്റോ, ഈ വർത്താനം ഇവിടെ വെച്ച് നിർത്തിക്കോ. അവളെങ്ങനെയാന്ന് എനിക്കറിയില്ല. അവളെ ഞാൻ ഇന്നലെ കണ്ടതാ. അതുകൊണ്ട് എന്റെ ആങ്ങളെ ഞാൻ കുഞ്ഞിലെ പോലെ കാണുന്നത്. അവൻ അങ്ങനെയുള്ള ഒരു വൃത്തിയോടും കാണിക്കൂല കേട്ടാ. നിന്റെ ആങ്ങളെ അതുപോലെ കുറെ വർഷങ്ങളായിട്ട് കണ്ടോണ്ടിരിക്കണ ഞാനും വിചാരിച്ചില്ല അവൻ ഇത്രയും വൃത്തിയായിട്ടാണെന്ന്. അവന്റെ പല കൊള്ളലേക്കും ഞാൻ കൂട്ടി നിന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഈ വീട്ടിൽ വെച്ച് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇത് എന്നോട് പറയണ്ട. എന്റെ ആങ്ങൾ അങ്ങനെ ചെയ്യില്ല. അതും പറഞ്ഞിട്ട് ക്ലീറ്റോന് വല്ല ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ പറയണ്ട. ആങ്ങളെ അങ്ങനെ ചെയ്തു. അത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ഞാൻ. നിങ്ങളൊന്നും കണ്ടിട്ടില്ല. അത് കനകനാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ നോണ പച്ച കള്ളം പറയണതാ. കനകനല്ല, പിന്നെ വേറെ ആരാടി അവിടെ ഉള്ളത്? അതെനിക്കറിയില്ല. നിങ്ങൾ പോയി നോക്ക്. ആരുണ്ടെന്ന് നീ പറ. ക്ലീറ്റോ അവിടെ അമ്മയുണ്ട്. അമ്മയുടെ മുമ്പിൽ വെച്ച് അവൻ അങ്ങനെ കാണിക്കുന്നു. അമ്മ കാലോടി അകത്ത് കിടക്കാണ്. നിന്റെ ജമന്തി അവിടെ നാത്തൂൻ അവളവിടെ വീട്ടിൽ പോയിക്കല്ലേ? അതുകൊണ്ട് എന്തും ആവാലോ. എനിക്ക് അവളെ കണ്ടപ്പോഴേ തോന്നി അവളെ കുഴപ്പക്കാരിയാണെന്ന്. അവള് കുഴപ്പക്കാരിയാണ് അല്ലോ എന്നുള്ളതല്ല. എന്റെ ആങ്ങള കനകൻ അത് ചെയ്യില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. എനിക്ക് വിശ്വസിക്കാൻ നേരമില്ല. കണ്ടു 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 എന്ന് പറയണേ. നിങ്ങൾ എന്ത് കണ്ടെന്നേ പറയണേ? അതാണ് നിന്റെ വിഷമം അല്ലേ? എടീ, നിന്റെ ആങ്ങളെ ഇങ്ങനെ കിടക്കുന്നത് അറിയില്ല. എന്ത് ചെയ്യുന്നടി? പഠിക്കുന്ന മതി. പഠിച്ചത് കൊണ്ടുപോകത്ത് കേറിപ്പോടി. എന്തെങ്കിലും ചെയ്യോ? അവളുണ്ടല്ലോ ഹോം നേഴ്സ്. അവന്റെ നെഞ്ചു തിരുമ്മി കൊടുക്കുന്നു. പിന്നെ എന്തൊക്കെ ചെയ്യുന്നു എന്റെ കർത്താവേ. ക്ലീറ്റോ, ഇത് വേറെ ആരോടെങ്കിലും പോയി പറ. തങ്കം, എന്നെ വിളിച്ച് പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. കനകൻ അത് ചെയ്യില്ല. കണ്ടത് നിനക്ക് വിശ്വാസം ഇല്ല? ഇല്ല, വിശ്വാസം ഇല്ല. ഈ കാര്യം മാത്രം ഞാൻ വിശ്വസിക്കില്ല. വേറെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ വിശ്വസിക്കാം. ഇത് വിശ്വസിക്കില്ല. ഇവിടെ സദാചാരം വിട്ടുള്ള കളിക്കൊന്നും ക്ലീറ്റോയെ കിട്ടില്ല. നിങ്ങൾ ചിലപ്പോ അത് ചെയ്യും. എന്റെ ആങ്ങൾ അത് ചെയ്യില്ല. ഒരു മരത്തെ വർത്താനം പറയണുണ്ടല്ലോ അവള്. എന്ത് വർത്താനം? അവള് ആങ്ങളെ എന്ത് കാണിച്ചാലും അവൾക്ക് കുഴപ്പമില്ല. എന്റെ ആങ്ങളെ അങ്ങനെ കാണിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാ ഞാൻ ഈ പറയണേ. നിങ്ങൾ വിശ്വസിക്കണ്ട. വേണ്ട, വിശ്വസിക്കില്ല. അവനെ അവളെയും കൊണ്ട് പോകുമ്പോ ജമന്തി എന്തെങ്കിലും കടുകൈ കാണിക്കും. അപ്പോഴും നിങ്ങളെല്ലാം വിശ്വസിക്കും. അപ്പുറത്തുള്ളതേ ക്ലീറ്റോ അല്ല, കനകനാ. എന്റെ കർത്താവേ, നിന്റെ കൈ ഇങ്ങനെ ആയി പറ്റാറുണ്ട്. ഞാൻ പറ്റിച്ചോ. എന്തൊരു കഷ്ടമാണിത്. എന്ത് പറഞ്ഞാലും വിശ്വസിക്കരുത്. അവൻ മറ്റേ പുണ്യാളനല്ലേ? പുണ്യാളൻ. അവൻ കുറച്ച് പുണ്യാളൻ തന്നെ. തന്നെ കാണാടി. ഓരോ പുതിയ കണ്ടുപിടുത്തായിട്ട് വന്നേക്കണം. ജമന്തിയുടെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധയാ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ജമന്തിയുടെ കാര്യം. അത് നോക്കാൻ അവൻ അവിടെ ഉണ്ട്. ഇവിടെ ഒരു കുടുംബം തകരും തങ്കം. ഞാൻ ഉള്ള കാര്യം ഇപ്പോഴേ പറയാം. ഇത് ഇപ്പോഴേ നുള്ളിയില്ലെങ്കിൽ ദോഷമാണ്. ഇവിടെ ഒരു ഹോം നേഴ്സിന്റെ ആവശ്യം എന്താണ്? എന്തിനാണ് ഇപ്പോൾ അവരെ വിളിച്ചത്? അമ്മയെ നിന്നെ നോക്കാൻ തന്നെ. ഇന്ന് 2 ദിവസമായി അവൾ ഇവിടെ വന്ന് നിന്റെ എന്തെങ്കിലും കാര്യം അന്വേഷിച്ചോടി. ഞാൻ തന്നെയല്ലേ നിന്റെ കല്യാണം ചെയ്തു തന്നെ. പിന്നെ എന്തിനാണ് അവളുടെ ഒരു ആവശ്യം ഇവിടെ? എന്തിനെന്ന് പറ.
അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇത് ഇവിടെ നിന്ന് ഇപ്പം തന്നെ നുള്ളി മാറ്റിയില്ലെങ്കിൽ ഇത് ദോഷമാണ്. ആ കാരണം അതിൻ്റെ പോക്കൽ ലക്ഷണമൊക്കെ അങ്ങനെയാണ്. കുടുംബത്തിൻ്റെ മാനം പോകുന്നതാണ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഈ വീട്ടിൽ ഇനി ഹോം നേഴ്സിൻ്റെ ആവശ്യമില്ല. നിൻ്റെയും അമ്മയുടെ കാര്യമൊക്കെ വേണമെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഒരു കുടുംബം തകർന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ക്ലീറ്റോ കിട്ടില്ല. ഹോം നേഴ്സിനെ ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. അതെന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ക്ലീറ്റോ ചെയ്തോളൂ കേട്ടാ. Alien versus Alien.